ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തൊരുമിച്ച് വചനം പഠിക്കുവാനും ധ്യാനം ചെയ്യുവാനായിട്ട് ദൈവം നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. നന്ദി കരേറ്റുക. നമ്മുടെ ജീവിതത്തിൽ നന്ദി കരേറ്റുന്നത് അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. പലരും നന്ദി കെട്ടവരായി ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ നന്മകൾക്ക് നാം നന്ദിയുള്ളവരായി ജീവിക്കുന്നത് അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് പലരും നിരവധി നല്ല കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ആ നന്മകൾക്ക് നാം നന്ദിയുള്ളവരാണോ? മനുഷ്യരിൽ നിന്ന് മാത്രമല്ല, ദൈവകരങ്ങളിൽ നിന്ന് അനുദിനവും നമ്മൾ നിരവധി നന്മകളാണ് നാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെയായ കരുണയും കൃപയും നമുക്കില്ലെങ്കിൽ നാം ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ്റെയായ അനുഭവം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗ്ലാഡ് മിച്ചൽ എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തനിക്കിനി യാതൊരുവിധമായ പ്രത്യാശയ്ക്കും വകയുമില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന സമയം, വളരെയധികം ഭാരവും പ്രയാസവും കണ്ണുനീരും വേദനയും ഒക്കെ സഹിക്കുന്ന ദിനങ്ങൾ, തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, വീട്ടിലാകപ്പാടെ വളരെയധികം ബുദ്ധിമുട്ട്, ഭവനത്തിലേക്ക് എങ്ങനെ മടങ്ങും, ഭവനത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് താൻ ചെയ്യേണ്ടതായ ആ കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റും, തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെ ചൊല്ലി വളരെയധികം വിലപിക്കുന്ന നാളുകൾ. അപ്പോഴാണ് ഡാനി ജോൺസൺ എന്ന വ്യക്തി നമ്മളുടെ ഇല്ലായ്മയിലും നമ്മുടെ കഷ്ടതയിലും കണ്ണുനീരിലും നാം ദൈവത്തിന് നന്ദി കരേറ്റേണ്ടത് ഉണ്ട്. അങ്ങനെ നന്ദി കരേറ്റുവാനായിട്ട് 100 കാരണങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ എഴുതിയതായ ആ ലേഖനം അത് അനേകർ വായിക്കുകയുണ്ടായി. അതിൽ വളരെയധികം ഉത്തേജനം പലർക്കും ലഭിച്ചു. നമുക്ക് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് 100 കാരണങ്ങൾ അല്ലെങ്കിൽ നിരവധി കാരണങ്ങൾ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒന്നൊന്നായി എഴുതുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡാനി ജോൺസൺ ആ എഴുതുമ്പോൾ താൻ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് എഴുതിയപ്പോൾ 100-ൽ കൂടുതൽ, അതായത് 100-ൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ ഡാനി ജോൺസന് ഇത് വളരെയധികം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും തനിക്ക് ലഭിച്ചതായ ഈ ഉത്തേജനം മറ്റുള്ളവർക്ക് അത് എത്തിക്കണം എന്നും ആ പ്രോത്സാഹനം മറ്റുള്ളവർക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുകയുണ്ടായി. ഈ ഗ്ലാഡ്സൺ മിച്ചൽ ഈ ആർട്ടിക്കിൾ വായിച്ചു. തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച്, തൻ്റെ ഭാരവും പ്രയാസവും നിറഞ്ഞതായ അവസ്ഥയിൽ പോലും കർത്താവായ ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് 100 കാരണങ്ങളിൽ അതിൽ അധികമായുള്ള കാരണങ്ങൾ ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഒരുപക്ഷെ നിങ്ങളും ഈ ചോദ്യം ഉന്നയിച്ചേക്കാം, എന്തിനാണ് ഞാൻ നന്ദി പറയേണ്ടത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവനോടുകൂടി ഭൂമിയിൽ ഈ നിമിഷം നിങ്ങൾ അവശേഷിക്കുന്നത് അത് ദൈവകൃപയാണല്ലോ. അതിന് നിങ്ങൾക്ക് നന്ദി കരേറ്റാം. നിങ്ങൾക്ക് ശ്വസിക്കുന്നതായ ഈ വായു, അതിനുവേണ്ടി നിങ്ങൾക്ക് നന്ദി കരേറ്റാം. നിങ്ങൾ വസിക്കുവാനുള്ളതായ ഒരു സ്ഥലം ദൈവം നിങ്ങൾക്ക് നൽകിയല്ലോ, അതിന് നിങ്ങൾക്ക് നന്ദി കരേറ്റാം. നിങ്ങൾക്ക് വസ്ത്രം നിങ്ങൾക്ക് ഉള്ളെങ്കിലും ആ ഒരു വസ്ത്രത്തിന് വേണ്ടി നിങ്ങൾ നന്ദി കരേറ്റാം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു തവണ മാത്രമേ ഭക്ഷണം ഭക്ഷിച്ചുള്ളൂ എന്ന് ഇരിക്കട്ടെ, അതിന് നിങ്ങൾക്ക് നന്ദി കരേറ്റാം. അങ്ങനെ നിരവധി കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. കർത്താവായ ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് അനേക കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ നാം ഈ കാര്യങ്ങൾക്കെല്ലാം, നന്മകൾക്കെല്ലാം നാം നന്ദി കരേറ്റാതെ നമ്മൾ പലപ്പോഴും
ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ ജീവിക്കുന്ന വ്യക്തികളായി മാറുന്നു. പലപ്പോഴും നാം മനുഷ്യർക്ക് അവർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി കരയറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾക്കാണെങ്കിലും നാം നന്ദി കരയറ്റുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ we have to be thankful to God, we have to be thankful to human beings. നമ്മളുടെ സഹ വിശ്വാസികളെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവർ ചെയ്ത നന്മകൾക്ക് മനുഷ്യരോട് നന്ദിയുള്ളവരായും ദൈവത്തോട് നന്ദിയുള്ളവരായും നാം ജീവിക്കണം. പ്രിയമുള്ളവരെ, നാം എത്രയോ കാരണങ്ങൾ നമുക്കുണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട്. എന്നാൽ അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായിട്ട് നാം കാണുന്നു. അത്ഭുതകരമായി അതിശയകരമായി ദൈവം ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നു എന്നതിന് നന്ദി കരയറ്റാമല്ലോ. ഒരുപക്ഷെ ഇന്ന് പ്രഭാത സമയം അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ മധ്യാഹ്ന വേളയിലോ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചതായ ആ നന്ദി ഇതിന് അല്ലെങ്കിൽ ആ നന്മയ്ക്ക് നന്ദി കരയറ്റിയോ? നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ആ രാത്രിയിൽ ഉറങ്ങുന്ന ഈ സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ചതായ നന്മകൾ എന്തൊക്കെയാണ് എന്ന്. ആയിരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട്. എന്നാൽ ഗ്ലാഡ്സൺ മിച്ചലിനെ പ്രോത്സാഹിപ്പിച്ചതായ ആ ആർട്ടിക്കിൾ ഇന്ന് നിരവധി അനേക ആളുകളെയും അത് ഉത്തേജനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഒരു നിഷേധാത്മകമായ രീതിയിലല്ല ജീവിക്കേണ്ടത്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മളൊരു അനുകൂലപരമായ ചിന്തയുള്ള വ്യക്തികളായി നാം ജീവിക്കണമെന്ന് ഞാൻ പലപ്പോഴും പലർക്കും കൗൺസിലിംഗ് നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്. പ്രത്യേകിച്ച് യൗവനക്കാർക്ക് വേണ്ടി ഞാൻ പലവിധമായ സെമിനാറുകളും നടത്തുമ്പോൾ ഞാൻ യൗവനക്കാരോട് പറയുന്നത് എന്തെന്നാൽ, ബി പോസിറ്റീവ്, ഡോണ്ട് ബി എ നെഗറ്റീവ് പേഴ്സൺ എന്ന് പറയും. ഞാൻ ബി എ എക്സ്ട്രാ ഓർഡിനറി, ഡോണ്ട് ബി എൻ ഓർഡിനറി പേഴ്സൺ എന്ന് പറയും. എന്നാൽ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അനുകൂലപരമായ ചിന്തഗതി ഉള്ള വ്യക്തികളായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിസന്ധിയിലും നിങ്ങളുടെ പ്രയാസത്തിൽ പോലും നിങ്ങൾക്കൊരു അനുകൂലപരമായി ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായി തീരണം. ഒരു കോഴ്സ് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ആ രീതിയിൽ ചിന്തിക്കാതെ ഇത് എങ്ങനെയെങ്കിലും ഇത് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് അങ്ങനെയുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ അങ്ങനെ അനുകൂലപരമായി നിങ്ങൾ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെയും നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് അനേകവിധമായ കാരണങ്ങൾ നന്ദി കരയറ്റുവാനായിട്ടും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ. അപ്പോഴുള്ള അങ്ങനെ അനുകൂലപരമായുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അനേക കാര്യങ്ങൾ അഭിമുഖീകരിക്കുവാനായും അതിൽ നിന്നെല്ലാം നിങ്ങളുടെ പ്രത്യാശ കൈവിടാതെ അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്തവരായി തീരാതെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനാൽ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നതായ നന്മകൾക്ക് നന്ദി കരയറ്റേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് അല്പമായി നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ വേദപുസ്തകങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദപുസ്തകം എടുക്കുക. നമ്മൾ സങ്കീർത്തനങ്ങൾ 103 2 വാക്യം നമുക്ക് വായിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സങ്കീർത്തനങ്ങൾ 103 2 വാക്യം എന്താണ് പറയുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എല്ലാവർക്കും മനഃപ്പാഠമായിട്ട് അറിയാവുന്നതായ ഒരു വാക്യം തന്നെയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും തന്നെ മറക്കരുത്. എൻ മനമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ മനസ്സേ, നീ എന്ത് ചെയ്യുക? ആ കർത്താവായ ദൈവത്തിനെ നീ വാഴ്ത്തുക. അവൻ ചെയ്ത ഒരു ഉപകാരങ്ങൾക്കും നാം അതൊന്നും തന്നെ മറക്കുവാൻ പാടില്ല എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി കരയറ്റേണ്ടതായ ആ ഒരു കാര്യം അവൻ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ എല്ലാ നന്മകൾക്കും ആ ഉപകാരങ്ങൾക്ക് നാം നന്ദിയുള്ളവരായി അവൻ്റെ നാമത്തെ
വാഴ്ത്തുന്നവരായി അവൻ്റെ ഉപകാരം ഒന്നും തന്നെ മറക്കാതെ അവന് നന്ദി കരേറ്റുന്നവരായി ജീവിക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ ഹൃദയമേ, എൻ്റെ മനസ്സേ, ദൈവം നിനക്ക് ചെയ്തതായ നന്മകളൊന്നും തന്നെ നീ മറക്കരുത്. ഇതെല്ലാവരും പലപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ പാസ്റ്റർമാരും ആൻറ്റിമാരും ഒക്കെ അവരൊക്കെ ഉരിയിടുന്നായ ഈ വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ യൗവനക്കാർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾക്കും കഴിവുകൾക്കും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദിയുള്ള ഒരു ചെറുപ്പക്കാരത്തിയായി നീ ജീവിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് നിരവധി നന്മകളാണ് നൽകിയിരിക്കുന്നത്. നിനക്ക് നല്ല മാതാപിതാക്കളെ ദൈവം നൽകിയിരിക്കുന്നു, നല്ല സഹോദരങ്ങളെ നിനക്ക് നൽകിയിരിക്കുന്നു, നല്ല അധ്യാപകരെ നിനക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിന്ന് നീ ദിനംതോറും നിനക്ക് ലഭിച്ചു വരുന്നു. എന്നാൽ ദൈവം ചെയ്തായ ഉപകാരങ്ങൾക്ക് നീ നന്ദിയുള്ള ഒരു മകളായി നീ ജീവിക്കുന്നുണ്ടോ? അതുപോലെ പ്രിയ പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളുകൾ ആ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്തു നോക്കുമ്പോൾ അത് എത്ര വലിയ അത്ഭുതകരമായി അതിശയകരമായാണ് അവൻ നിങ്ങളെ വഴി നടത്തിയിരിക്കുന്നത്. ഇത്രത്തോളം സഹായിച്ച ആ ദൈവത്തിന് നമ്മൾ നന്ദി കരേറ്റേണ്ടത് അത് നമ്മുടെ കടമയല്ലേ? ആ നമ്മുടെ കടമ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും തന്നെ മറക്കരുത് എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റേതായ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ വലിയൊരു ഉപദേശം അല്ലെങ്കിൽ ഈ വലിയൊരു ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മളും എപ്പോഴും നന്ദിയുള്ള മക്കളായി നാം ജീവിക്കണം എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യർ 5:20 ഇവിടെ വായിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എഫേസ്യർ 5:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവം ചെയ്തതായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എല്ലായ്പ്പോഴും എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണമെന്നാണ് പറയുന്നത്. സ്തോത്രം ചെയ്തു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി, നന്ദി കരേറ്റുന്നവരായി, എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി നമ്മൾ ജീവിക്കണം എന്ന് ഇവിടെ എഫേസ്യർ 5:20 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി അർപ്പിക്കണം. നിറവാണെങ്കിലും കുറവാണെങ്കിലും നാം അതെല്ലാം ദൈവം അറിയുന്നു. ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമ്മൾ നേടുമ്പോൾ ദൈവത്തിന് നാം സ്തോത്രം എന്ന് പറയും, പ്രൈസ് ദി ലോർഡ് എന്ന് പറയും, ഹല്ലേലൂയ എന്ന് പറയും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ എന്തു ചെയ്യും? നമ്മൾ ആ സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും പ്രൈസ് ദി ലോർഡ് പറയാനും ഒക്കെ നമ്മൾ മറന്നു പോകും പ്രിയമുള്ളവരെ. എന്നാൽ നമ്മളുടെ ആ നിറവിൽ നമുക്കുണ്ടാകുന്നതായ ആ ഉണർവ് അതേപോലെ നമ്മുടെ കുറവിൽ നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദൈവം സകലതും അറിയുന്നു. അവന് ഏറ്റവും നമുക്ക് നല്ലത് എന്താണെന്ന് നമ്മൾ അറിയുന്നതിനേക്കാളും നമുക്ക് എന്താണ് നല്ലതെന്ന് അവന് അറിഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ ആ കുറവും നിനക്കൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം ആ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു പ്രയാസം നിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലന്മാരും അതുപോലെ ശിഷ്യന്മാരും ദൈവത്തിൻ്റെ ദാസന്മാരും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുള്ളതായ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ നാം ഒരു താങ്ക്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു താങ്കിങ് ഹാർട്ട് അല്ലെങ്കിൽ നന്ദി കരേറ്റുന്ന ഒരു ഹൃദയമുള്ളവരായി ആയിരിക്കണം പ്രിയമുള്ളവരെ.
അപ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5:18 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എന്താണ് വചനം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 5:18 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം എന്നാണ് പറയുന്നത്. എല്ലാറ്റിനും നമ്മൾ സ്തോത്രം ചെയ്യുന്നത് ഇതാണല്ലോ അത് ക്രിസ്തു യേശുവിലുള്ള ദൈവ ഇഷ്ടം എന്ന് ഇവിടെ പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ നാം അവൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾക്ക് നാം നന്ദി കരയറ്റുന്ന മക്കളായി ജീവിക്കണം എന്നാണ്. ഞാൻ പലപ്പോഴും ഞാൻ എവിടെ ചെന്നാലും ശരി, ഞാൻ ഏത് കടകളിൽ ഒരു സാധനം വാങ്ങിച്ചാലും ശരി, ഒരു ബസ്സിലൊരു ടിക്കറ്റ് എടുത്താലും ശരി, ഞാൻ ആ വ്യക്തിക്ക് ഞാൻ താങ്ക് യു എന്ന് പറയും. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണത് എന്ന് എന്നോട് തിരിച്ച് ചോദിക്കും. ഞാൻ താങ്ക് യു എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകാതെ എന്താണത്, എന്നാ പറഞ്ഞതെന്ന് പറയും. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാലും ഞാൻ നന്ദി എന്ന് പല സമയങ്ങളിലും പല വ്യക്തികൾക്കും പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഓട്ടോയിൽ കയറി ഇറങ്ങുമ്പോൾ പോലും താങ്ക് യു എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതൊരു നല്ലൊരു ശീലമാണ്, ഒരു നല്ലൊരു ജെൻറ്റിൽമാൻ്റെ ആയ ആ ഒരു പക്വതയും ഒരു സ്വഭാവമാണ്. വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ മമ്മിയോടോ ഡാഡിയോടോ നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, അതുപോലെ തന്നെ മക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റു നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ അവർ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ സഹായത്തിന് പോലും നിങ്ങൾ നന്ദി എന്ന് പറയണം. അതുപോലെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ, നിങ്ങൾ അന്യോന്യം നിങ്ങളുടെ ഭാര്യ ഭർത്താക്കൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ നന്ദി, താങ്ക് യു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതൊരു ശീലമാക്കുകയാണെങ്കിൽ, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അത് ഉളവാക്കിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. ഇത് കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെയുള്ള ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും നമ്മൾ എന്താണ് നന്ദി കരയറ്റുന്നവരായി ആയിരിക്കണം എന്ന്, ഇതാണല്ലോ അത് ദൈവ ഇഷ്ടമെന്ന് ദൈവം തിരുവെഴുത്തുകളിലൂടെ തന്നെ നമുക്ക് ആ നല്ല ഒരു ശീലത്തെക്കുറിച്ച്, നമുക്ക് നല്ലൊരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഉപദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ നാം എല്ലാറ്റിനും എല്ലായ്പ്പോഴും നമ്മൾ നന്ദി കരയറ്റുന്ന മക്കളായി ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ തുടർന്ന് സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ അനുഭവത്തെ വെളിച്ചത്തിൽ എന്താണ് വീണ്ടും ദാവീദിന് നമ്മളോട് പറയുവാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 78 അതിൻ്റെ 7 വാക്യം എന്താണ് പറയുന്നത്? 78:7, അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സര്യമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളൊരു തലമുറയായി തീരാതിരിക്കുകയും എന്നാണ് ഇവിടെ വചനം ഇവിടെ പറയുന്നത്. അപ്പോൾ 7 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ, ദൈവം ചെയ്തതായ ആ അത്ഭുത പ്രവൃത്തികളെ ഒരിക്കലും മറന്നുകളയാതെ ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നാം മറന്നു കളഞ്ഞിട്ടില്ലെങ്കിൽ അപ്പം നന്ദിയുള്ളവരെന്നാണ് അതിൻ്റെ അർത്ഥം. നാം മറന്നിട്ടില്ല എങ്കിൽ ഒരു നന്ദി കരയറ്റുന്നായ വ്യക്തികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ തുടർന്ന് സങ്കീർത്തനങ്ങൾ 116 അതിൻ്റെ 12 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു നല്ലൊരു വാക്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? 116:12, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്താണ്? ഞങ്ങളുടെ ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കുമെന്നാണ് പറയുന്നത്. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? നിരവധി നന്മകളാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നന്മകൾക്കെല്ലാം ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ എന്താണ് കൊടുക്കേണ്ടത്?
എൻ്റെ ദൈവം എനിക്ക് നിരവധി നന്മകളാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ ജീവനോടുകൂടി അല്ലെങ്കിൽ ജനിക്കുവാനായിട്ട് ഒരു ജന്മം അല്ലെങ്കിൽ പിറക്കുവാനായിട്ട് ജനിക്കുവാനായിട്ടൊരു അവസരം തന്നു. എൻ്റെ നല്ല രീതിയിൽ വളരുവാനായിട്ട്, പഠിക്കുവാനായിട്ട്, ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട്, കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട്, ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം അങ്ങനെ എത്രയോ നന്മകൾ എൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിരിക്കുന്നു. ഈ നന്മകൾക്കെല്ലാം ഞാൻ എന്ത് പകരം ഞാൻ കൊടുക്കും? നിങ്ങളെ തന്നെ നിങ്ങളുടെയായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടതായ സമയമാണ് പ്രിയമുള്ളവരെ. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരമാണ് ഞാൻ ചെയ്യുവാനായിട്ടിരിക്കുന്നത്? 13-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ ഞാൻ എന്തു ചെയ്യും? വിളിച്ചപേക്ഷിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ എന്തു ചെയ്യും? അത് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. തുടർന്ന് 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. എൻ്റെ ജീവിതത്തിൽ ചെയ്തായ നന്മകൾക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ എല്ലാ ജനവും കാണുക ഞാൻ കഴിക്കും എന്നാണ് വചനം പറയുന്നത്. എല്ലാ ജനവും കാണുക എൻ്റെ നേർച്ചകളെ ദൈവസന്നിധിയിൽ ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കും. അവൻ ചെയ്തതായ നന്മകൾക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ ജനം കാണുക, ഞാൻ എല്ലാവരും കാണുക. എൻ്റെ പാനപാത്രം എടുത്ത് അവനെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ നേർച്ചകളെ ജനങ്ങളുടെ മധ്യേ ഞാൻ കഴിക്കും. 15 പറയുന്നത് തൻ്റെ ഭക്തൻ 16 വാക്യങ്ങളിൽ നാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അനേകവിധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 17 നമുക്ക് നോക്കാം. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്തോത്രയാഗം കഴിച്ച് ഞാൻ യഹോവയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രയാഗം കഴിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അവൻ്റെ നേർച്ചകളെ ജനങ്ങളുടെ മധ്യയിൽ ഞാൻ കഴിക്കും. അവൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവമേ, നീ എനിക്ക് ചെയ്തതായ നന്മകൾ, ആ നിരവധി നന്മകൾക്ക് ഞാൻ എന്ത് പകരം നൽകും എന്ന് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനങ്ങൾ 116-ന്റെ 12, 13, 14 വാക്യങ്ങളിലും 17-ാമത്തെ വാക്യത്തിലും പറയുന്നത് പോലെ ദൈവത്തിന് നമ്മൾ എന്തുപകാരം ചെയ്യുവാനാണ് ഇരിക്കുന്നത്? പ്രിയമുള്ളവരെ, നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനുള്ള കാരണങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രയിൽ ഒരു വലിയ അപകടത്തിൽ അനേകം പേർ മരണമടഞ്ഞു. എന്നാൽ ദൈവം അത്ഭുതകരമായി നിങ്ങളെ രക്ഷിച്ചതിനായി നന്ദി അർപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെയായ ബിസിനസ്സിൽ ദൈവം നിങ്ങൾക്ക് കൂടുതലായ അനുഗ്രഹം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതകരമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചതിനായി നന്ദി പറയാം. അത്ഭുതകരമായി ദൈവം നിങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നതിനായി നിങ്ങൾക്ക് നന്ദി പറയാം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അങ്ങനെ ദൈവത്തിനു വേണ്ടി നാം നന്ദി കരയേറ്റാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ദൈവം ഇന്നിര അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങയ്ക്ക് നന്ദി കരയേറ്റുവാൻ നിരവധി കാരണങ്ങളുണ്ട് കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ജീവിക്കുവാനായി നീ സഹായിക്കണമേ. കേൾവിക്കാരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ യാചിച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നന്ദി കരയേറ്റുക എന്നുള്ള വിഷയം ശ്രവിച്ച ഏവർക്കും നന്ദി, നമസ്കാരം.